ഫ്രണ്ട്സ്, മൈസൂരിൽ ഞങ്ങൾ താമസിച്ച വിജയനഗറിൽ നിന്നും കുറച്ച് അകലെയായാണ് ഈയൊരു കാർ മ്യൂസിയം ഉള്ളത്. പക്ഷേ മൈസൂരിൽ വന്നിട്ട് ഈയൊരു കാർ മ്യൂസിയം കാണാതെ പോകുന്നത് ശരിയല്ല എന്ന് തോന്നിയതുകൊണ്ട് ഞങ്ങൾ ഈയൊരു കാർ മ്യൂസിയം കാണാൻ തീരുമാനിച്ചു. ഏകദേശം 1800-ാം ആണ്ടിൻ്റെ അവസാന കാലത്ത് തൊട്ട് തുടങ്ങി ഈ സമീപകാലത്ത് വരെയുള്ള എല്ലാ കാർ നിർമ്മിതികളും ഇവിടെ കാണാം. കാറിൻ്റെ ആ ഒരു പ്രാചീന രൂപങ്ങളും അതേമാതിരി തന്നെ ഈ അടുത്ത കാലത്തുള്ള കാറുകളുടെ ആ ഒരു ശ്രേണിയും എല്ലാം തന്നെ ഇവിടെ പ്രദർശിപ്പിച്ചിരിക്കുന്നു. പലതരം കാറുകളുടെ ടയറുകൾ, അതേമാതിരി തന്നെ കാറ് വരുന്നതിന് മുമ്പുണ്ടായിരുന്ന ആ ഒരു വാഹനങ്ങൾ, കാളവണ്ടി മാതിരിയുള്ള വാഹനങ്ങളെല്ലാം തന്നെ. അതേപോലെ ഈ കാണുന്ന മനോഹരമായിട്ടുള്ള കാറ്, ഇത് ഫിയറ്റിൻ്റെ ഒരു മോഡലാണ്. 1925-ൽ പുറത്തിറങ്ങിയ ഫിയറ്റിൻ്റെ ഒരു മോഡലാണ്. ഫിയറ്റിൻ്റെ ഒരു ഉദ്ഭവം എന്ന് പറയുന്നത് 1899 കാലം മുതൽക്കാണ്. 126 വർഷത്തോളം ഫിയറ്റ് അവരുടെ ഉൽപ്പാദനം നടത്തുകയുണ്ടായി. ഇത് വേറൊരു മോഡൽ ഫിയറ്റിൻ്റെ തന്നെ ഒരു ഇറ്റാലിയൻ ഓട്ടോമൊബൈൽ കമ്പനിയാണ് ഫിയറ്റ് എന്ന് പറയുന്നത്. ലോകത്താകമാനം 13 ലക്ഷത്തിൽ പരം ഫാക്ടറികൾ, പ്രൊഡക്ഷൻ ഫാക്ടറികൾ ഫിയറ്റിന് ഉണ്ട് എന്ന് പറയപ്പെടുന്നു. ഇവിടെ ഇതാ സ്റ്റഡ് ബേക്കർ എന്ന് പറഞ്ഞ് വേറൊരു US ബേസ്ഡ് കമ്പനിയുടെ ഒരു കാറാണ്. 1929-ലെ ഒരു മോഡലാണ് ഇവിടെ പ്രദർശിപ്പിച്ചിരിക്കുന്നത്. അതിനടുത്തായിട്ട് തന്നെ നമ്മളുടെ ഓസ്റ്റിൻ എന്ന് പറയുന്ന ഒരു കമ്പനിയുടെ വാഹനമാണ് കാണുന്നത്. 1934-ലെ ഓസ്റ്റിൻ 7RM സലൂൺ എന്നുള്ള ഒരു മോഡൽ. ഓസ്റ്റിൻ കാറുകളുടെ ജനനം ഇംഗ്ലണ്ടിലാണ്. 1905-ലാണ് ഇതിൻ്റെ പ്രൊഡക്ഷനെല്ലാം ആരംഭിച്ചിരിക്കുന്നത്. ഇങ്ങനെ ഒരുപാട് കാറുകളുടെ, നമ്മൾ കേട്ടിട്ടുള്ളതും കേട്ടിട്ടില്ലാത്തതുമായിട്ടുള്ള ഒരുപാട് കാറുകളുടെ ഒരു നിര തന്നെയാണ് ഇവിടെ ഉള്ളത്. അടുത്തതായി ഫോർഡാണ്. ഫോർഡ് എന്ന് പറയുന്നത് ഒരു US ബേസ്ഡ് കമ്പനിയാണ്. 1903-ലാണ് ഫോർഡിൻ്റെയും ജനനം. മോറിസ് എന്ന ഒരു ബ്രാൻഡിന് പറയാനുള്ളത് വലിയൊരു ചരിത്രമാണ്. കാരണം 1924 മുതൽ ഏകദേശം 2000 ആണ്ട് വരയ്ക്കും ഒരുപാട് ഉടമസ്ഥാവകാശങ്ങൾ കൈമാറിയാണ് ഈ ഒരു ബ്രാൻഡ് വന്നിട്ടുള്ളത്. വാഹന കുടുംബത്തിലെ അധികായന്മാരെയും ഇല്ലെങ്കിൽ VIP-കളെയും എല്ലാം പ്രത്യേക പരിഗണന കൊടുത്തിട്ടാണ് വെച്ചിരിക്കുന്നത്. ഇവിടെ ഹഡ്സൺ എന്ന ബ്രാൻഡിൻ്റെ 1947 മോഡൽ. ഒരുപാട് വിദ്യാർത്ഥികളും അതേമാതിരി എനിക്ക് തോന്നുന്നത് ഓട്ടോമൊബൈൽ എഞ്ചിനീയറിംഗ് അങ്ങനെയുള്ള ഒരു ഇതെല്ലാം പഠിക്കുന്ന കുട്ടികളും അങ്ങനെയുള്ള കോളേജിലെ കുട്ടികളുമൊക്കെ ആയിരിക്കും ഇവിടുത്തെ ഒരു നിത്യ സന്ദർശകരായിരിക്കുക. ഞങ്ങൾ പോയപ്പോഴും ഒരുപാട് ആളുകൾ ഇവിടെയുണ്ട്. കറുപ്പിന് ഏഴഴക് എന്നാണല്ലോ. വാഹനങ്ങളിലും പ്രത്യേകിച്ചും വലിയ വാഹനങ്ങൾക്ക് കറുപ്പ് നിറം എപ്പോഴും ഒരു ഭംഗി തന്നെയാണ്. അതിൻ്റെ ഒരു ഭംഗി വേറെ തന്നെയാണ്. ഇവിടെ ഇതാ 1949-ൽ പുറത്തിറങ്ങിയ ഡൈംലറിൻ്റെ ഒരു കറുത്ത വണ്ടി പ്രദർശിപ്പിച്ചിട്ടുണ്ട്. അതിമനോഹരം കാണാൻ. കാറുകൾ മാത്രമല്ല, ഇവിടെ ഇതാ പഴയ സ്കൂട്ടറുകളും, നമ്മളുടെ M80, ലൂണ, അതേമാതിരി TVS 50, ബജാജ് ചേതക്ക്, അതേമാതിരി ബജാജിൻ്റെ ചേതക്ക്, വെസ്പ, അത്തരം സ്കൂട്ടറുകൾ, പഴയകാല സ്കൂട്ടറുകൾ. ഇപ്പോൾ ആ സ്കൂട്ടറുകളൊന്നും നിലവിലില്ല. അത്തരം പഴയ സ്കൂട്ടറുകളും എല്ലാം തന്നെ ഇവിടെ പ്രദർശനത്തിന് വെച്ചിട്ടുണ്ട്. ഒരു ഇംഗ്ലീഷ് ഉൽപ്പന്നമായിട്ടുള്ള ഹിൽമാൻ 1931 മുതൽ 1970 വരെയായിരുന്നു ഇവൻ്റെ ആയുസ്.
വലുത്, ചെറുത്, നീളം കൂടിയത്, നീളം കുറഞ്ഞത്, അതേമാതിരി ഒരുപാട് വണ്ണമുള്ളത്, ഒരുപാട് വണ്ണം ഇല്ലാത്തത്, മെലിഞ്ഞത്, അങ്ങനെ പലതരത്തിലുള്ള വണ്ടികൾ നമ്മൾക്ക് ഇവിടെ കാണാൻ കഴിയുന്നുണ്ട്. നമ്മൾ മുകൾ നിരയിലെ കാഴ്ചകളാണ് ഇത്ര നേരം കണ്ടത് എങ്കിൽ ഇനി താഴേക്കും ഇതിലേറെ കാണാൻ കിടക്കുന്നു. അപ്പോൾ നമ്മൾക്കിനി താഴേക്കൊന്ന് പോയി നോക്കാം. ഈ പച്ച ഒരു രസമുള്ള കളറായിട്ട് തോന്നുന്നു. ഇത്തരം കളറൊന്നും ഇപ്പോൾ ഇറങ്ങുന്നില്ല. നമ്മൾ ബോംബെ നഗരത്തിൽ പണ്ട് മുതലേ കണ്ടിട്ടുള്ള ആ ഒരു പ്രീമിയർ പദ്മിനി, ഫിയറ്റിൻ്റെ പ്രീമിയർ പദ്മിനിയാണ് നമ്മളിപ്പോൾ കണ്ടത്. വീണ്ടും കുറച്ച് ഇരുചക്ര വാഹനങ്ങളുടെ ഒരു നിര. കാറുകളും മോട്ടോർ സൈക്കിളുകളും മാത്രമല്ല, ഇതാ പഴയകാല മോഡലുകളായിട്ട കുറേ ലോറികളും ട്രക്കുകൾ ഇതെല്ലാം തന്നെ ഇവിടെ വെച്ചിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞു VIP-കൾക്ക് പ്രത്യേക പരിഗണനയാണ് കൊടുത്തിരിക്കുന്നത് എന്ന്. ഇവിടെ ഇതാ ഒരു വലയത്തിനുള്ളിൽ കിടന്ന് സ്വയം കറങ്ങുന്ന ഒരു കിടുക്കാച്ചി മോഡൽ. ഇനി ഇവിടുന്ന് അങ്ങോട്ട് മെഴ്സിഡസ് ബെൻസിൻ്റെ ഒരു നിരയാണ് കാണാൻ പോകുന്നത്. 1926 ജർമ്മനിയിലാണ് മെഴ്സിഡസ് ബെൻസിൻ്റെ ഉദ്ഭവം. മൊത്തം 21 ലക്ഷം ഫാക്ടറികളിലായാണ് മെഴ്സിഡസ് ബെൻസ് നിർമ്മിക്കുന്നത്. മെഴ്സിഡൻസിൻ്റെ ഒരുപാട് കാലത്തിറങ്ങിയ ഒരുപാട് മോഡലുകൾ ഇവിടെ നിരനിരയായി നിൽക്കുന്നത് കാണാം. അടുത്തതായി ഇതാ BMW-ൻ്റെ ഒരു 1993 മോഡൽ. തൊട്ടടുത്ത് തന്നെ ടൊയോട്ട കൊറോള എന്നുള്ള 1990-ൻ്റെ ഒരു മോഡൽ. ജാഗ്വർ ഇംഗ്ലണ്ടിലാണ് ജനനമെങ്കിലും ഇന്ത്യയിൽ പൂർണ്ണമായും ടാറ്റയുടെ അണ്ടറിലാണ്. കാഡിലാക്ക് എന്ന ബ്രാൻഡിൻ്റെ 1989 മോഡൽ ഒരു വണ്ടി.
ഒരുപാട് വാഹന പ്രേമികളെയാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. പലരും ഓരോ വണ്ടിയുടെയും ഫോട്ടോ എടുക്കുന്നു, അതിൻ്റെ വീഡിയോ എടുക്കുന്നു, അതിൻ്റെ അടുത്ത് നിന്ന് സെൽഫി എടുക്കുന്നു. അങ്ങനെ ഒരുപാട് ആളുകളെ നമുക്കിവിടെ കാണാൻ കഴിയുന്നുണ്ട്. ഇന്ത്യയിലെ ഹിന്ദുസ്ഥാൻ മോട്ടോഴ്സ് എന്ന കമ്പനി 1957 മുതൽ 2014 വരെ പുറത്തിറക്കിയ വണ്ടിയാണ് അംബാസിഡർ. പല പല കമ്പനികളുടെ പല പല രൂപത്തിലുള്ള പല പല നിറത്തിലുള്ള ഒരുപാട് വണ്ടികൾ കാണുന്നുണ്ട്. വീണ്ടും ഇതാ വലയത്തിനുള്ളിൽ വെച്ച് സ്വയം കറങ്ങുന്ന വേറൊരു കിടുക്കാച്ചി മോഡൽ. നമ്മൾക്ക് ചിന്തിക്കാൻ കഴിയുന്നതിൻ്റെയും അപ്പുറത്താണ് കാര്യങ്ങൾ. 1926 എല്ലാം മോഡലുകൾ കാണുമ്പോൾ നമ്മൾക്ക് അത്ഭുതമാണ് വരുന്നത്. ഇവിടെ ഇതാ മഞ്ഞ കളറിലുള്ള ഒരു കാറ്. ഇവിടെ വിസ്മയിപ്പിക്കുന്ന ഒരു കാഴ്ച, ഒരു കാറിൻ്റെ പല ഭാഗങ്ങൾ പല ഭാഗത്തായി കെട്ടിത്തൂക്കിയിരിക്കുന്നു. അതിൻ്റെ ശരീരം, അതിൻ്റെ ബോണറ്റ്, അതിൻ്റെ ഡിക്കി, അതേപോലെ തന്നെ 2 ഡോറുകൾ. അടുത്ത കാലത്ത് ടാറ്റ ഇറക്കിയ നാനോ എന്നുള്ള കാറിനേക്കാളും ചെറിയ കാറ് എന്ന് വേണമെങ്കിൽ ഇതിനെ വിശേഷിപ്പിക്കാം. റവ എന്നുള്ള ഒരു ഇന്ത്യൻ മോഡൽ തന്നെയാണ്, ഇന്ത്യൻ മെയ്ഡ് തന്നെയാണ്, മെയ്ഡ് ഇൻ ഇന്ത്യയാണ്. 2001 മുതൽ 2012 വരെ ഇതിൻ്റെ പ്രൊഡക്ഷൻ ഉണ്ടായിരുന്നു എന്ന് പറയുന്നു. പക്ഷേ നമ്മൾ കണ്ടിട്ടില്ല ഇങ്ങനൊരു വാഹനം നിരത്തിൽ ഓടുന്നത്. എന്തായാലും ഇപ്പോൾ ഇതിൻ്റെ പ്രൊഡക്ഷൻ ഇല്ല എന്നാണ് അറിയാൻ കഴിയുന്നത്. റോവർ മോണ്ടിഗോ എന്ന റോവറിൻ്റെ 1994 ഒരു മോഡൽ. റേഞ്ച് റോവർ, ലാൻഡ് റോവർ എല്ലാം ഇതിൻ്റെ തന്നെ പ്രൊഡക്റ്റുകളാണ്. റോവറും ഒരു ബ്രിട്ടീഷ് ഉൽപ്പന്നമാണ്. ഒരു കൊറിയൻ ഉൽപ്പന്നമായിട്ടുള്ള ഹ്യുണ്ടായി. ഫ്രണ്ട്സ്, നമ്മൾക്ക് ഒരുപാട് വാഹനങ്ങളുടെ ഒരു ശൃംഖല തന്നെ, ഒരു ശ്രേണി തന്നെ ഇവിടെ കാണാൻ കഴിഞ്ഞു. നമ്മളുടെ സുസുക്കി, മാരുതി ഇതെല്ലാം തന്നെ ഇവിടെ കാണാൻ കഴിയുന്നുണ്ട്. അങ്ങനെ ഒരുപാട് നിങ്ങളൊരു വാഹനപ്രേമിയാണ്, നിങ്ങളില്ലെങ്കിൽ ഒരു കാറിൻ്റെ ആരാധകരാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വളരെയേറെ ഇഷ്ടപ്പെടുന്ന കാഴ്ചകളാണ്. ഫ്രണ്ട്സ്, ഈ ഒരു കാർ മ്യൂസിയത്തിൻ്റെ ഉള്ളിൽ ഇതല്ലാതെ തന്നെ വേറെയും പല കാഴ്ചകളും ഉണ്ട്. പക്ഷേ കാറിൻ്റേതായിട്ടുള്ള ഇല്ലെങ്കിൽ വാഹനങ്ങളുടേതായിട്ടുള്ള ആ ഒരു കാഴ്ചകൾ ഇത്രയൊക്കെയാണ് ഇവിടെ ഉള്ളത്. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ ഇന്നത്തെ നമ്മളുടെ ഈ ഒരു വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. നമ്മളുടെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. പ്രത്യേകിച്ചും കാറ് പ്രേമികൾ ഇല്ലെങ്കിൽ വാഹനപ്രേമികൾക്കെല്ലാം നമ്മളുടെ ഈ ഒരു വീഡിയോ
ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. നമ്മളുടെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നത് എന്നുണ്ടെങ്കിൽ ഇതൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവരും തന്നെ ഇതൊന്ന് ലൈക്ക് ചെയ്യുക. ഈ ഒരു മ്യൂസിയത്തിൻ്റെ വിശേഷങ്ങൾ മറ്റുള്ളവരുമായി പങ്കുവയ്ക്കാനായിക്കൊണ്ട് എല്ലാവരും ഇതൊന്ന് ഷെയർ ചെയ്യുക. അടുത്ത ഇതിനുള്ളിലെ മറ്റുള്ള കാഴ്ചകൾ, ഇതിനുള്ളിൽ മറ്റ് ഇനി പല കാഴ്ചകളുമുണ്ട്. എന്ന് വെച്ചാൽ പുരാതന കാലത്തെ കുറേയേറെ സംഭവങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ പുരാതന കാലം പണ്ട് മുതൽക്ക് ആളുകൾ എന്തെല്ലാം യൂട്ടൻസിൽസ്, പാത്രങ്ങൾ, അതേമാതിരി അടുക്കളയിൽ ഉപയോഗിച്ചിരുന്ന സാധനങ്ങൾ, അതേമാതിരി പണ്ട് കാലത്തെ സ്റ്റാമ്പുകൾ, പണ്ട് കാലത്തെ നാണയങ്ങൾ, പണ്ട് കാലത്തെ കറൻസികൾ എന്നുള്ള ഒരുപാട് കാര്യങ്ങൾ ഇതിനുള്ളിലുണ്ട്. അപ്പോൾ ആ ഒരു കാഴ്ചകളുമൊക്കെ ആയിട്ട് നമ്മൾ അടുത്ത വീഡിയോയിൽ വരുന്നതായിരിക്കും. അതുവരേക്കും ബൈ, എൻജോയ്.